ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉച്ചക്കാലത്തേക്ക് നമുക്ക് കേരയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നല്ല പീസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കറി വെക്കണം, പൊരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തേക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എടുക്കണത്. കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, നാളത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. നാളെ ഇനി വല്ല കറി വെക്കലോ പൊരിക്കലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇനിയിപ്പോൾ കറി വെക്കാനും പൊരിക്കാനും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു ഹായ് തരാൻ വിട്ടുപോയി. അപ്പോൾ ദേ ഹായൊക്കെ തന്നിട്ടുണ്ടേ. അപ്പോൾ ദേ മീനൊക്കെ കഴുകി വെച്ച ശേഷം ഞാൻ ദേ കറി വെക്കാൻ വേണ്ടി പോണേന്. അപ്പോൾ ഇന്ന് കേര ആയതുകൊണ്ട് അതിനെ വറുത്തരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്തെടുക്കണേനെ. അതേപോലെ തന്നെ കുറച്ച് മീനെടുത്ത് മാറ്റിയിട്ട് ദേ ഉപ്പും കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വിനാഗിരിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുഴച്ച് വെച്ചേക്കണേണ്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണേനെ. നേരത്തെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കറിയാക്കാൻ വേണ്ടി മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി വെന്ത് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇന്നലെ അയില റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് വറുത്തരക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 2 ദിവസം ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്തരച്ച് കറിയൊക്കെ വെച്ച് നമ്മൾ ചോറിനാൻ വേണ്ടി പോകണേണ്. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറുത്ത മീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഒലുത്തിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ക്യാബേജ് ഒലുത്തിയതും സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ കറികൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ദേ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.